പാലക്കാട്ടെ RSS തേനാരി മണ്ഡൽ ബൗദ്ധിക് പ്രമുഖ സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഭാര്യയ്ക്ക് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇന്നേക്ക് 3 വർഷം. ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും PFI സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ ചേർന്നാണ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. 2021 നവംബർ 15 രാവിലെ 9 മണിയോടെയാണ് പാലക്കാട് കിണാശ്ശേരി മമ്പറം റോഡിൽ ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ വരികയായിരുന്ന സഞ്ജിത്തിനെ PFI ഭീകരർ വെട്ടിക്കൊലപ്പെടുത്തിയത്. കയ്യിൽ വെട്ടേറ്റ് ബൈക്കിൽ നിന്നും വീണ സഞ്ജിത്തിനെ ഭാര്യയ്ക്ക് മുന്നിലിട്ട് അതിദാരുണമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. ദേശീയപാത വഴി രക്ഷപ്പെട്ട പ്രതികൾ വെട്ടാനുപയോഗിച്ച വാളുകൾ കണ്ണൂരിന് സമീപത്ത് പാടത്തുപേക്ഷിച്ചു. കുഴൽമന്ദത്ത് വെച്ച് കാറ് കേടാവുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് പ്രതികൾ വിവിധ സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടത്. കാറ് പിന്നീട് പൊള്ളാച്ചിയിൽ പൊളിച്ചു വിറ്റു. മാത്രമല്ല, പ്രതികൾ കൃത്യത്തിനെത്തിയ കാറ് പോലീസിനെ മൂക്കിൻ തുമ്പിലുണ്ടായിട്ടും പിടികൂടാനും കഴിഞ്ഞില്ല. പോലീസിന്റെ ഗുരുതര വീഴ്ച RSS BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച വെള്ള മാരുതി 800 കാറിന്റെ CCTV ദൃശ്യമായിരുന്നു ആദ്യം പുറത്തു വന്നത്. ഇതുവെച്ചായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. സഞ്ജിത്തിന്റെ കൊലപാതകം ദേശീയ തലത്തിൽ വരെ വാർത്തയായിരുന്നു. RSS BJP ദേശീയ സംസ്ഥാന നേതാക്കൾ സഞ്ജിത്തിന്റെ വീട് സന്ദർശിക്കുകയും കേസ് NIA അന്വേഷിക്കുമെന്നും PFIയെ നിരോധിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 2 DYSPമാർ ഉൾപ്പെടെ 34 അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഇതിനിടെ 4 പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ നൌഫൽ, ശംഖുവാരത്തോട് പള്ളി ഇമാമായ മലപ്പുറം സ്വദേശി ഇബ്രാഹിം മൗലവി എന്നിവരാണ്. 25ഓളം പേരാണ് പ്രതിപട്ടികയിലുള്ളതെങ്കിലും കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, 2022 ഏപ്രിൽ 16 കൊല്ലപ്പെട്ട RSS മുൻ ജില്ലാ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് A ശ്രീനിവാസൻ കൊലപാതക കേസിൽ അറസ്റ്റിലായ ചിലരും സഞ്ജിത്തിന്റെ കേസിലും പങ്കുള്ളവരാണ്. മാത്രമല്ല, NIA അറസ്റ്റ് ചെയ്ത PFI സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കൃത്യം നടന്നതിന്റെ 88ാമത്തെ ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. SDPI പോപ്പുലർ ഫ്രണ്ട് ബന്ധം കൃത്യമായി രേഖപ്പെടുത്തിയ 2186 പേജുള്ള കുറ്റപത്രമാണ് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചത്. ജനം, പാലക്കാട്.